കുട്ടികളുടെ മനഃശാസ്ത്രം, ചൈൽഡ് സൈക്കോളജി നമ്മളൊക്കെ കേൾക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും പഠിക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ഒന്നാണ് ഈ ചൈൽഡ് സൈക്കോളജി എന്നുള്ളത്. അതിൽ സൈക്കോളജി പല ബ്രാഞ്ചസ് ഉണ്ട്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ചൈൽഡ് സൈക്കോളജി. പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ആകാൻ പോകുന്ന ആളുകളൊക്കെ നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ബ്രാഞ്ച് കൂടിയാണ് ചൈൽഡ് സൈക്കോളജി എന്നുള്ളത്. ഇതിന് തന്നെ പല ബ്രാഞ്ചസും പല ശാഖകളും ഉണ്ട് കേട്ടോ. അപ്പൊ ഇതില് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം ഈ ചൈൽഡ് സൈക്കോളജിയുടെ പ്രാധാന്യം എന്താണ്, എന്തിനാണ് ചൈൽഡ് സൈക്കോളജി പഠിക്കുന്നത് എന്നുള്ളതാണ്. ചൈൽഡ് സൈക്കോളജി പഠിക്കുന്ന ഒന്നാമത്തെ എന്തിനാന്ന് വെച്ചാല് ഒരു കുട്ടിയെ മനസ്സിലാക്കി പഠിപ്പിക്കാൻ ചൈൽഡ് സൈക്കോളജി പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തത് കുട്ടികളിലെ പ്രശ്നങ്ങൾ കണ്ടെത്താനും അതിന് സൊല്യൂഷൻ നിർദ്ദേശിക്കാനും ഒരു ടീച്ചർക്ക് കഴിയണമെങ്കിൽ അല്ലെങ്കിൽ ഒരു പാരന്റിന് കഴിയണമെങ്കിൽ അവർക്ക് ചൈൽഡ് സൈക്കോളജി അറിഞ്ഞിരിക്കണം. നമ്മുടെ കരിക്കുലം എഫക്റ്റീവ് ആയിട്ട് എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാം എന്ന് നമുക്ക് അറിയണമെങ്കിൽ, ബോധ്യമുണ്ടാവണമെങ്കിൽ, പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമുക്ക് ചൈൽഡ് സൈക്കോളജി അറിഞ്ഞിരിക്കണം. ക്ലാസ്സിലുള്ള കുട്ടികളുടെ ലെവൽ അനുസരിച്ച് ക്ലാസ് ക്രമീകരിക്കാനും കുട്ടികളെ കാറ്റർ ചെയ്യാനും നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് ചൈൽഡ് സൈക്കോളജി അറിഞ്ഞിരിക്കണം. മാത്രല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചൈൽഡ് ടീച്ചർ റാപ്പോ എന്ന് പറയുന്നത്. കുട്ടികളും ടീച്ചറും തമ്മിലുള്ള ആ ഒരു ബന്ധം ഉണ്ടല്ലോ, ഒരു കണക്ഷൻ, ഇത് നല്ല രൂപത്തിലാവാനും കുട്ടികളുടെ ടീച്ചറായിട്ട് മാറാനും ഒരാൾക്ക് കഴിയണമെങ്കിൽ അവർ ചൈൽഡ് സൈക്കോളജി നന്നായിട്ട് പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കും ചൈൽഡ് സൈക്കോളജി നന്നായിട്ട് പഠിക്കണം, അല്ലെ?